കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിലും രാഷ്ട്രീയ വിവാദം. ആവശ്യമില്ലാത്ത കാര്യം ഇടപെടരുത്. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി. മനുഷ്യനെ തമ്മിലടിപ്പിക്കുന്ന എല്ലാ ഛിദ്രാശയങ്ങളെയും തള്ളിക്കളയാനും എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന കല ഉയർത്തിപ്പിടിക്കാനും കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അത്രയും വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അന്തസ് കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കുട്ടികളുടെ വേദി ഉപയോഗിക്കുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരിച്ചടിച്ചു. വയസ്സായെന്നൊന്നും ഞാൻ വിചാരിക്കില്ല. കലാമേള ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി എത്തിയതെങ്കിലും ഉദ്ഘാടന പ്രസംഗത്തിലാകെ ബിജെപിയെ പരോക്ഷമായി വിമർശിക്കുന്ന രാഷ്ട്രീയമായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? ഞാനൊന്നും പറയട്ടെ. ക്രിസ്മസ് കരോളിനെതിരായ ആക്രമണമടക്കം മുഖ്യമന്ത്രി പരാമർശിച്ചു. പറ്റുന്ന വർത്തമാനം പറയരുതേ. സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ജാനകി എന്ന് പോലും പേരിടാൻ കഴിയാത്ത സ്ഥിതിയുണ്ടെന്നും സുരേഷ് ഗോപിയെ വേദിയിലിരുത്തി പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ചു. ഇതിനിടെ കൂടെ അങ്ങനെ ഉണ്ടാക്കണ്ട. മതത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കൂ. അതുമായിട്ട് എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ. ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. സമാധാനവും സന്തോഷവും ഇല്ലാതാക്കുന്ന ഇത്തരം കലാപകാരികളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരായുധം കൂടിയാണ് കല. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള 1065 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ. അത് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാതെ നോക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ എന്തെങ്കിലും തന്നാലോ? നീ പോയി പൂശിച്ചിട്ട് വാ. ഉത്സവം കലക്കാൻ വന്ന തെണ്ടികളെ എന്താടാ? രാഷ്ട്രീയപരമായ പരാമർശങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗരിമ, ഇതിൻ്റെ ഒരു അന്തസ് നിലനിർത്തുന്നതിന് വേണ്ടി മറുപടി പറയാൻ വേണ്ടി ഞാൻ ഇവിടെ മുതിരുന്നില്ല. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. പക്ഷെ അതിനൊക്കെ വ്യക്തമായ ജനങ്ങൾക്കറിയുന്ന മറുപടിയുണ്ട്. ഇയാൾ എവിടുന്ന് പറഞ്ഞു വിടാൻ എന്താ വഴി? നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കി നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദി അങ്ങനെ രാഷ്ട്രീയ തർക്കങ്ങളുടെ കൂടി വേദിയായി. ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേണ്ട ആശാനെ, ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഫയൽവാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇയാളെ മൂക്കി കയറ്റിക്കളല്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.